ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ വിത്ത് കോപ്സ്. ഇന്നത്തെ വീഡിയോയിൽ HSC ഇംഗ്ലീഷ് സിലബസിൽ വരുന്ന പോയട്രി എന്ന മൊഡ്യൂളിലെ നസീം എസേക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന പോമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നസീം എസേക്കലിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നസീം എസേക്കൽ ജനിച്ചിരിക്കുന്നത് മുംബൈയിൽ 1924 ഡിസംബർ 16 ബ്രിട്ടീഷ് ഇന്ത്യ ടൈമിലാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ജൂയിഷ് പോയറ്റാണ്, പ്ലെയറൈറ്റാണ്, എഡിറ്ററാണ്, അതുപോലെ ഒരു ആർട്ട് ക്രിട്ടിക്കും കൂടിയാണ് നസീം എസേക്കൽ. ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജോണർ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ട് നോട്ടബിൾ വർക്ക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയനും അതുപോലെ ലാറ്റർ ഡേ സാൻസ്. ഇദ്ദേഹത്തിൻ്റെ ലാറ്റർ ഡേ സാൻസ് എന്ന വർക്കിന് ഇദ്ദേഹത്തിന് 1983 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ലാറ്റർ ഡേ സാൻസ്. ഈ ഒരു അവാർഡ് കിട്ടിയ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുള്ള വേറൊരു അവാർഡാണ് 1988 പത്മശ്രീ അവാർഡ്. ഈ രണ്ട് അവാർഡ് കിട്ടിയ വർഷങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതായി എസേക്കൽ എഴുതിയിട്ടുള്ള കുറച്ച് പോയിട്രി കളക്ഷൻസും അതുപോലെ അത് പബ്ലിഷ് ചെയ്ത വർഷങ്ങളും ഒന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, എ ടൈം ടു ചേഞ്ച് 1952, 60 poems 1953, The Third 1959, The Unfinished Man 1960, The Exact Name 1965. സോ ഇത്രയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പോയിട്രി കളക്ഷൻസ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ പ്ലേസ് ആണ്. ദ ത്രീ പ്ലേസ് 1969, ഡു നോട്ട് കോൾ സ്യൂസൈഡ് 1993. സോ നസീം എസേക്കലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളുടെ ടൈറ്റിലും അതുപോലെ അത് പബ്ലിഷ് ചെയ്ത വർഷവും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ഇദ്ദേഹത്തിൻ്റെ പോയട്രീൻ്റെ കോണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ ഇന്ത്യൻനെസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇദ്ദേഹം ഇന്ത്യയിലെ ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അന്ധവിശ്വാസത്തെക്കുറിച്ചും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ഇന്ത്യയുടെ നേച്ചറിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്നാണ്. എന്താണ്? ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്നാണ് നസീം എസേക്കലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. 2004 ജാനുവരി 9 ഇദ്ദേഹം മരണപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നസീം എസേക്കലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കിൻ്റെ ടൈറ്റിലും അതുപോലെ അത് പബ്ലിഷ് ചെയ്ത വർഷവുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിനു പുറമെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പറഞ്ഞു പോകാം. ഇനി അടുത്തതായി നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന പോമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾക്ക് സമ്മറിയിലോട്ട് കിടക്കാം. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഈ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന ഈ ഒരു പോം ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. എന്താ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പോമിൽ ഒരു നറേറ്റർ ഉണ്ട്. ആ നറേറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കുക. ഈ നറേറ്റർ ഐ, മീ, മൈ, വി പോലുള്ള പ്രോനൗൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏതൊക്കെയാണ്? ഐ, മീ, മൈ, വി. ഇത്തരം പ്രോനൗൺസ് ഈ ഒരു പോമിൻ്റെ സ്റ്റാൻസകളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു നറേറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു കഥ പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു തരുന്ന നറേഷനെയാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പോമിൽ നറേറ്റർ തൻ്റെ ചെറുപ്പകാലത്ത് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് റീഡേഴ്സിന് പറഞ്ഞു തരിക ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യൻ വില്ലേജ് ആണ്. ഇന്ത്യയിലൊരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. നറേറ്ററും തൻ്റെ ഫാമിലിയും ഈ ഒരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത്. നല്ല മഴയുള്ള രാത്രി
തൻ്റെ അമ്മയെ ഒരു തേള് കുത്തുകയും തുടർന്നുണ്ടാവുന്ന സിറ്റുവേഷനുമാണ് നറേറ്റർ റീഡേഴ്സിന് പറഞ്ഞു തരുന്നത്. സോ ഇനി നമ്മൾക്ക് ഓരോ സ്റ്റാൻസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസ. I remember the night my mother was stung by a scorpion. 10 hours of steady rain had driven him to crawl beneath a sack of rice. സോ ഈ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ നസീം എസേക്കൽ അനാവശ്യമായിട്ട് ഒരുപാട് ഫ്രേസസോ വേർഡ്സോ ഒന്നും യൂസ് ചെയ്ത് കാര്യം വലിച്ചു നീട്ടമൊന്നും ചെയ്യാതെ ഡയറക്റ്റ് പോയിന്റിലോട്ട് വരിക ചെയ്യുന്നത്. എന്താ, നറേറ്ററിൻ്റെ അമ്മയെ തേള് കുത്തിയൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡയറക്റ്റ് ഈ സ്റ്റാൻസയിലൂടെ അങ്ങോട്ട് റീഡറിനോട് പറയാണ്. സോ ഇതിലെന്താ പറയുന്നത്, നറേറ്റർ തൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു കാര്യം ഓർത്തെടുത്ത് പറയാണ്. ഏത് കാര്യം? തൻ്റെ അമ്മയെ തേള് കുത്തിയൊരു കാര്യം. സോ 10 മണിക്കൂർ ഇടവിടാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റഡി റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് വെള്ളം കയറിയിട്ടുണ്ട്. ആ ഒരു വെള്ളം കയറിയ സമയത്ത് ഈ തേള് ഈ നറേറ്ററിൻ്റെ വീട്ടിലോട്ട് കയറിയിട്ട് അരിച്ചാക്കിൻ്റെ കീഴിലായിട്ട് അഭയം തേടാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സോ ഈ ഫസ്റ്റ് സ്റ്റാൻസയിലെ അവസാനത്തെ വരിയിലുള്ള ഒരു ഫ്രേസ് ഉണ്ട്, ക്രൗഡ് ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്. ആ ഒരു ഫ്രേസിൽ പോയറ്റിന് ആ തേളിനോടുള്ളൊരു ചെറിയ സിമ്പതിയും കൂടി കാണിക്കുന്നുണ്ട്. കാരണം എന്താ, നല്ല തുടർച്ചയായിട്ട് പെയ്യുന്ന മഴയാണ്, വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയം തേടിയിട്ട് വന്നൊരു അഭയാർത്ഥിയായിട്ട് അതിനോടൊരു സിമ്പതി കാണിക്കാണ് പോയറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. പാർട്ടിംഗ് വിത്ത് ഹിസ് പോയ്സൺ, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം, ഹി റിസ്ക് ദ റെയിൻ അഗെയിൻ. രണ്ടാമത്തെ സ്റ്റാൻസയിൽ തേളിൻ്റെ പ്രവൃത്തികളെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പുറത്ത് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, രാത്രി സമയമാണ്, അതുകൊണ്ട് തന്നെ റൂമിലാകമാനം ഇരുട്ടാണ്. ഈ സമയത്ത് അരിച്ചാക്കിനിടയിൽ ഒളിച്ചിരുന്ന തേള് എപ്പോഴോ ഈ ഇരുട്ടറയിൽ വെച്ചിട്ട് അമ്മയെ കുത്തി അതിൻ്റെ വിഷം അമ്മയുടെ മേത്തോട്ട് ഇറക്കാണ്. ഇങ്ങനെ അമ്മയെ കുത്തിയതിന് ശേഷം ആരും കാണാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ തേള് തിരിച്ച് മഴയത്തോട്ട് തന്നെ ഇറങ്ങിപ്പോവാണ്. ഇവിടെയാണ് സ്റ്റാൻസ 2 അവസാനിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിലെ രണ്ടാമത്തെ വരിയിൽ വരുന്ന ഡയബോളിക് ടെയിൽ പേഴ്സോണിഫിക്കേഷൻ ഒരു ഉദാഹരണമാണ്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഒരു വസ്തുവിന് ഹ്യൂമൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വെച്ചിട്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക. ഇവിടെ ടെയിലിനെയാണ് ഡയബോളിക് എന്നൊരു ക്വാളിറ്റി വെച്ചിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പേഴ്സോണിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളായി. സോ പേഴ്സോണിഫിക്കേഷൻ എന്താണെന്നും സെക്കൻഡ് സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ തേർഡ് സ്റ്റാൻസയിലോട്ട് പോവാം. The peasants came like swarms of flies and buzzed the name of God 100 times to paralyze the evil one. സോ ഈ തേർഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ പോയറ്റ് ഒരുപാട് പ്രാണികളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ 1-2 ഉപയോഗിച്ച് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ? സ്വാം ഓഫ് ഫ്ലൈസ്, ബസ് എന്ന പോലെയുള്ള വാക്കുകൾ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വാം ഓഫ് ഫ്ലൈസ്, ഒരു കൂട്ടം ഫ്ലൈസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാം ഓഫ് ഫ്ലൈസ് എന്ന് പറയുക. അങ്ങനെ കൂട്ടത്തോടെയാണ് ഗ്രാമീണർ നറേറ്ററിൻ്റെ വീട്ടിലോട്ട് അമ്മയെ കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. പെസൻറ്റ് എന്ന് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണരെയാണ്. സോ ഈ ഗ്രാമീണരൊക്കെ വന്നിട്ടുള്ളത് ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്താ? ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന ഉദ്ദേശം. കാരണം ഈ അമ്മയെ തേള് കുത്തിയല്ലോ, അതിന് ഈ ഗ്രാമീണർ ദുഷ്ടശക്തിയുടെ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ ഒരു ദുഷ്ടശക്തി അമ്മയിൽ നിന്ന് ഇല്ലാണ്ടാക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കൂ എന്നൊരു ചിന്തയാണ് ഈ ഗ്രാമീണർക്ക്. സോ ഇതിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഗ്രാമീണർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു അന്ധവിശ്വാസത്തെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അധിക വർക്കുകളിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്ത്യയിലെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു അന്ധവിശ്വാസം. അത് തന്നെയാണ് ഈ സ്റ്റാൻസയിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഈ തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി ഈ തേർഡ് സ്റ്റാൻസയിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈന് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് സിമിലിയാണ്.
ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്. എന്താ സിമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പറയുന്നതാണ്. ഏതെങ്കിലും ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വസ്തുക്കളെ തമ്മിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ നടത്തും. ഇവിടെ ഗ്രാമീണർ എങ്ങനെയാണ് നറേറ്ററിൻ്റെ വീട്ടിലോട്ട് എത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗ്രാമീണരെ സ്വാംസ് ഓഫ് ഫ്ലൈസുമായിട്ട് ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് സിമിലി. ഇവിടെ അതിനുള്ള എക്സാമ്പിൾ ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് എന്നാണ്. രണ്ടാമത്തെ ലൈന് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഇമാജറി ആണ്. ഏതാണ്? ബസ്. ബസ് എന്ന വാക്ക് ഈ തേനീച്ചകളുടെയൊക്കെ സൗണ്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബസ് എന്ന വാക്ക്. ഇവിടെ ഗ്രാമീണർ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ബസ് എന്ന വാക്ക് ഉപയോഗിച്ചു. സോ ആ ഒരു വാക്ക് കാണുമ്പം നമ്മൾക്ക് അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആ ഒരു സൗണ്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇമാജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ്. സോ ബസ് എന്ന വാക്ക് ഇവിടെ ഓഡിറ്ററി ഇമാജറിയുടെ എക്സാമ്പിളാണ്. നമ്മൾക്ക് ആ ഒരു സൗണ്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ഹൈപ്പർബലെ. 100 ടൈംസ് എന്നത് ഹൈപ്പർബലയുടെ എക്സാമ്പിളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ല, ഇപ്പോൾ 2 തവണ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ലേ പറയാം. ഒരു 100 തവണ ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെയല്ലേ പറയാം. അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെയാണ് ഹൈപ്പർബൽ എന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ 100 ടൈംസ് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്നതാണ് മെറ്റഫർ. ഈവിൽ വൺ എന്നത് മെറ്റഫറിന് എക്സാമ്പിളാണ്. എന്താ മെറ്റഫർ? മെറ്റഫറും കമ്പാരിസൺ നടത്തുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കമ്പാരിസൺ ഡയറക്റ്റ് ആയിരിക്കും. ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ കമ്പാരിസൺ നടത്തുക. ഇവിടെ ഈവിൽ വൺ എന്നത് ഈ തേള് കുത്തിയിട്ട് അമ്മ അനുഭവിക്കുന്ന ആ ഒരു വേദനയൊക്കെ ഉണ്ടല്ലോ, അതിന് ഈ ഗ്രാമീണർ ദുഷ്ടശക്തിയുടെ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഈ തേള് കുത്തിയിട്ട് അനുഭവിക്കുന്ന വേദനയെ കമ്പയർ ചെയ്തിരിക്കുന്നത് ദുഷ്ടശക്തിയായിട്ടാണ്. സോ ഇവിടെ ഈവിൽ വൺ എന്നത് മെറ്റഫറിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ തേർഡ് സ്റ്റാൻസ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫോർത്ത് സ്റ്റാൻസ, വിത്ത് കാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻറ്റേൺസ് throwing giant scorpion shadows on the mud-baked walls, they searched for him. He was not found. They clicked their tongues. With every movement that the scorpion made, his poison moved in mother's blood, they said. തേളിനെ തിരയുന്ന ഗ്രാമീണരെയാണ് 4ാമത്തെ സ്റ്റാൻസയിൽ കാണിക്കുന്നത്. സോ ഈ ഗ്രാമീണർ മെഴുകുതിരിയും റാന്തൽ വിളക്കും ഒക്കെ എടുത്തിട്ട് ഈ തേളിനെ അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ഈ വെളിച്ചത്തിൽ തേളിനെ അന്വേഷിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ചുമരിൽ ഗ്രാമീണരുടെ നിഴലൊക്കെ വന്ന് വീണിട്ടുണ്ട്. ആ നിഴലൊക്കെ തേളിൻ്റെ ആകൃതിയിലാണ് വന്ന് വീണിട്ടുള്ളത്. സോ ഈ സ്കോർപ്പിയൻ്റെ ഷാഡോ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗ്രാമീണരുടെ അന്ധവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ തേൾ അവിടെയില്ല. തേള് മഴയത്ത് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യം റീഡേഴ്സിന് അറിയാം, ഗ്രാമീണർക്ക് അറിയില്ല. സോ അവിടെ ഒറിജിനൽ ആയിട്ടുള്ള തേൾ അവിടെ ഇല്ല. പകരം അവിടെ ഒരു ദുഷ്ടശക്തി ഉണ്ട് എന്നതാണ് സ്കോർപ്പിയൻ്റെ ഷാഡോയിലൂടെ, അതായത് ഗ്രാമീണരുടെ നിഴലൊക്കെ വന്നു കൂടിയിട്ട് സ്കോർപ്പിയൻ്റെ രൂപത്തിലുള്ള ഷാഡോ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ഷാഡോ ദുഷ്ടശക്തി അവിടെ അലിഞ്ഞു തിരിയുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഗ്രാമീണർ തേളിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും തേളിനെ എവിടെയും കാണാനില്ല. ഈ സമയത്ത് ഗ്രാമീണർ അവരുടെ ഓരോ അന്ധവിശ്വാസങ്ങൾ പറയാണ്. എന്താ? തേള് ചലിക്കുകയാണെങ്കിൽ അമ്മയുടെ രക്തത്തിൽ വിഷം കയറിക്കൊണ്ടേയിരിക്കും. നേരെ തിരിച്ച് ഈ തേള് അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ ഗ്രാമീണരുടെ ഒരുപാട് അന്ധവിശ്വാസത്തെയാണ് പോർട്രേ ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റാൻസയിലെ സെക്കൻഡ് ലൈനിൽ വരുന്ന ജയൻറ്റ് സ്കോർപ്പിയൻ ഷാഡോസ് എന്നത് മെറ്റഫറിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ഗ്രാമീണരുടെ ഷാഡോസൊക്കെ കൂടിയിട്ടാണ് ഒരു ജയൻറ്റ് സ്കോർപ്പിയൻ ഷാഡോ ആയിട്ട് മാറുന്നത്. രണ്ടാമതായിട്ട് ഇതിൽ ഈ ഒരു സ്റ്റാൻസയിൽ കാണാൻ സാധിക്കുന്നത് ഇമാജറിയാണ്. ഇതിൽ ദേ ക്ലിക്ഡ് ദ ടങ്സ് എന്നത് ഇമാജറിയുടെ എക്സാമ്പിളാണ്. നമ്മൾക്കതൊന്ന് ഇമാജിൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ 2 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് ഫോർത്ത് സ്റ്റാൻസയിൽ കാണാൻ സാധിക്കുക. ഇവിടെ
ഫിഫ്ത്ത് സ്റ്റാൻസയും അതുപോലെ സിക്സ്ത് സ്റ്റാൻസയുടെ ഫസ്റ്റ് 2 ലൈൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റാൻസ വായിക്കാം. മേ ഹി സിറ്റ് സ്റ്റിൽ, ദേ സെഡ്. മേ ദ സിൻസ് ഓഫ് യുവർ പ്രീവിയസ് ബർത്ത് be burnt away tonight, they said. May your suffering decrease the misfortunes of your next birth, they said. May the sum of all evil balanced in this unreal world against the sum of good become diminished by your pain. ഫോർത്ത് സ്റ്റാൻസയിൽ ഗ്രാമീണരുടെ ഒരു അന്ധവിശ്വാസത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായിരുന്നു അത്? തേള് ചലിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ രക്തത്തിൽ വിഷം കയറുമെന്നും, നേരെ തിരിച്ച് തേള് ചലിച്ചില്ലെങ്കിൽ അമ്മയുടെ രക്തത്തിൽ വിഷം കയറില്ല, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമാണ് ഗ്രാമീണർക്ക്. സോ ഈ ഒരു സ്റ്റാൻസയിൽ ഗ്രാമീണർ പ്രാർത്ഥിക്കുകയാണ് തേള് ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അമ്മയുടെ പാപം ഇല്ലാതാക്കി തീർക്കുമെന്നും, ഭാവിയിൽ അമ്മയ്ക്ക് ഒരു കഷ്ടതകളും അനുഭവിക്കേണ്ടതായി വരില്ലെന്നും, അമ്മയുടെ പാപങ്ങളൊക്കെ ഇല്ലാതായി പരിശുദ്ധി കൈവരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഗ്രാമീണർ പറയുന്നത്. ഗ്രാമീണരുടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെയൊക്കെയാണ് ഈ സ്റ്റാൻസയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫിഫ്ത്ത് സ്റ്റാൻസയിലും സിക്സ്ത് സ്റ്റാൻസയിലുമായിട്ട് എനഫോറ എന്നൊരു പോയറ്റിക് ഡിവൈസ് കാണാൻ സാധിക്കും. എനഫോറ എന്ന് വെച്ചാൽ ഒരു പോം എടുക്കുകയാണെങ്കിൽ അതിൽ 2-3 ലൈനിൽ ബിഗിനിങ്ങിലായിട്ട് ഒരു വാക്ക് റിപ്പീറ്റായിട്ട് വരുവാണെങ്കിൽ അത് അനഫോറയുടെ എക്സാമ്പിളാണ്. ഫിഫ്ത്ത് സ്റ്റാൻസയിലും സിക്സ്ത് സ്റ്റാൻസയിലും മേ എന്ന വാക്ക് ഓരോ ലൈനിലും ബിഗിനിങ്ങിൽ കാണാൻ സാധിക്കും. മെയ് എനഫോറയുടെ എക്സാമ്പിളാണ് ഇവിടെ. ഫോർത്ത് സ്റ്റാൻസയിലും ഫിഫ്ത്ത് സ്റ്റാൻസയിലും സിക്സ്ത് സ്റ്റാൻസയിലുമായിട്ട് എപ്പിഫോറ എന്ന പോയറ്റിക് ഡിവൈസ് കാണാൻ സാധിക്കും. എപ്പിഫോറ എനഫോറയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെയോ ഫ്രേസിൻ്റെയോ അവസാനം സെയിം ആയിട്ടുള്ള ഫ്രേസിലോ വേർഡിലോ ആണോ അവസാനിക്കുന്നത് എങ്കിൽ അത് എപ്പിഫോറയുടെ എക്സാമ്പിളാണ്. ഇവിടെ ഫോർത്ത് സ്റ്റാൻസയിലും ഫിഫ്ത്ത് സ്റ്റാൻസയിലും അതുപോലെ സിക്സ്ത് സ്റ്റാൻസയിലും ദേ സെഡ് എന്ന വാക്കിൽ ലൈനുകൾ അവസാനിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് എപ്പിഫോറയുടെ എക്സാമ്പിളാണ്. May the poison purify your flesh of desire and your spirit of ambition, they said. And they sat around on the floor with my mother in the center, the piece of understanding on each face. More candles, more lanterns, more neighbors, more insects and the endless rain. My mother twisted through and through, groaning on a mat. നറേറ്ററിൻ്റെ അമ്മയുടെ ദുരാഗ്രഹവും ദുർമോഹവും നശിച്ച് അവർ പരിശുദ്ധി കൈവരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രാമീണർ അമ്മയ്ക്ക് ചുറ്റുമായി കൂടിയിരുന്നിരിക്കുകയാണ്. സമയം ഒരുപാട് കടന്നുപോയി. ഒരുപാട് അയൽക്കാരൊക്കെ വീണ്ടും വന്നു അമ്മയ്ക്ക് ചുറ്റും നിന്നു. മഴയാണെങ്കിൽ തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു. ഇത്രയൊക്കെ സമയം കടന്നുപോയിട്ടും അമ്മയുടെ വേദനയ്ക്ക് മാത്രം ഒരു ശമനവും സംഭവിച്ചില്ല. അമ്മ വേദന സഹിക്കാതെ തേങ്ങിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഈ സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഈ ഒരു സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ഇമേജറിയാണ്. മോർ കാൻഡിൽസ്, മോർ ലാൻറ്റൻസ് ഒക്കെ ഇമാജറിയുടെ എക്സാമ്പിളാണ് ഇവിടെ. സോ ഈ സ്റ്റാൻസ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റാൻസയിലോട്ട് കടക്കാം. My father, skeptic rationalist, trying every curse and blessing, powder, mixture, herb and hybrid, he even poured a little paraffin upon the bitten toe and put a match to it. I watched the flame feeding on my mother. I watched the holy man perform his rites to tame the poison with an incantation. After 20 hours, it lost its sting. ഈ ഒരു സ്റ്റാൻസയിൽ നറേറ്ററിൻ്റെ അച്ഛനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു യുക്തിവാദിയായിരുന്നു. ഇദ്ദേഹം വിഷമിറക്കാനുള്ള സകല വിദ്യകളും പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ, ശാപങ്ങൾ, ചൂർണങ്ങൾ, മിശ്രിതങ്ങൾ, പച്ചമരുന്നുകൾ, മറ്റ് ഔഷധങ്ങൾ, ഇങ്ങനെ പല വിദ്യകളും ഇദ്ദേഹം തൻ്റെ ഭാര്യയുടെ വിഷമിറക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഒടുവിൽ ഇദ്ദേഹം പെരാഫിൻ മെഴുക് തൻ്റെ ഭാര്യയുടെ കാൽവിരലിലാക്കി വിഷം കരിച്ചു കളയാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ മെഴുകൊഴിച്ച് കാലിൽ തീ കൊടുത്തപ്പോൾ അമ്മയുടെ കാലിൽ തീ കത്തുന്നതും നോക്കി നറേറ്റർ നിൽക്കുന്നുണ്ട്.
ഇതിനിടയിൽ പുരോഹിതൻ കർമ്മങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ കൊണ്ട് വിഷമിറക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ 20 മണിക്കൂർ കഴിഞ്ഞ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് വിഷമിറങ്ങി പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഈ ഒരു സ്റ്റാൻസയിൽ ഒരു പോയറ്റിക് ഡിവൈസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അനഫോറ. ഐ വാച്ച്ഡ് എന്ന 2 വാക്ക് ഈ ഒരു സ്റ്റാൻസയിൽ 2 തവണയായിട്ട് ആവർത്തിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ ഒരു പോമിൻ്റെ അവസാന സ്റ്റാൻസയിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാൻസ് നോക്കാം. മൈ മദർ ഓൺലി സെഡ് താങ്ക് ഗോഡ് ദ സ്കോർപ്പിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പാഡ് മൈ ചിൽഡ്രൻ. ഇത്രയൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടും അമ്മ അവസാനം പറയുന്നത്, ഈശ്വര, എന്നെ ആണല്ലോ തേൾ കുത്താൻ തിരഞ്ഞെടുത്തത്, കുട്ടികളെ അല്ലല്ലോ എന്നാണ്. ഇതിലൂടെ മാതൃസ്നേഹമാണ് വെളിപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നസീം എസേക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന പോമിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോമിൽ 8 സ്റ്റാൻസാസും 47 ലൈൻസും ആണ് വരുന്നത്. ഈ ഒരു പോമിന് കൃത്യമായിട്ടൊരു റൈം സ്കീം സെറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഈ ഒരു പോമിൽ കാണാൻ സാധിക്കും. അതിലൊരുപാട് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നസീം എസേക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന ഈ ഒരു കവിതയിലൂടെ ഇന്ത്യയിലെ ഗ്രാമീണരുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അതുപോലെ മാതൃസ്നേഹവുമാണ് വിളിച്ചു പറയുന്നത്. സോ ഈ ഒരു പോമിൻ്റെ സമ്മറി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഒരു പോം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് നസീം എസേക്കൽ അവാർഡഡ് പത്മശ്രീ? എപ്പോഴാണ് നസീം എസേക്കലിന് പത്മശ്രീ അവാർഡ് കിട്ടിയത്? ഓപ്ഷൻസ് നോക്കാം. 1990, 1995, 1998 ആൻഡ് 1988. ഏത് വർഷമാണ് കിട്ടിയത്? ആൻസർ ഈസ് 1988. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Ezekiel's translation in association with Vrinda Nabar of the Marathi poet Indira Sand in 1974 is dash. 1974 വൃന്ദ നബർ ഒന്നിച്ചിട്ട് എസേക്കൽ മറാത്തി പോയിറ്റായിട്ടുള്ള ഇന്ദിര സെയിൻറ്റിൻ്റെ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ദി എക്സാക്ട് നെയിം, ഹിംസ് ഇൻ ഡാർക്ക്നെസ്, സ്നേക്ക് സ്കിൻ ആൻഡ് അതർ പോംസ്, ദ തേർഡ്. ഏതാണ് ആൻസർ? ആൻസർ ഈസ് സ്നേക്ക് സ്കിൻസ് ആൻഡ് അതർ പോംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസേക്കൽസ് പ്ലേ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നസീം എസേക്കലിൻ്റെ പ്ലേ? ഓപ്ഷൻസ് നോക്കാം. ഡു നോട്ട് കോൾ ഇറ്റ് സ്യൂസൈഡ്, ദി അൺഫിനിഷ്ഡ് മാൻ, ലാറ്റർ ഡേ സാംസ്, ഓൺ മീറ്റിംഗ് എ പാരൻറ്റ്. ഏതായിരിക്കും ആൻസർ? ഡു നോട്ട് കോൾ ഇറ്റ് സൂയിസൈഡ് ആണ് ആൻസർ. The content of Ezekiel's poetry is characterized by dash. Options: loneliness, Indianness, alienation, none. ഏതായിരിക്കും? വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, Indianness. Why did the villagers buzz the name of God? Options: to show them the scorpion, to paralyze the evil one, to stop the poison from spreading, none. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, to paralyze the evil one. How long did it take to recover from the poison? Options: 10 hours, 20 hours, 30 hours, 11 hours. Answer: 20 hours. Thank God the scorpion picked on me and spared my children. What do you gather from the mother's words? Options: mother's relief, maternal love, mother's fear of God, none. ഏതായിരിക്കും ആൻസർ? സിമ്പിൾ അല്ലേ? maternal love. In which of his works does the poet imagine the poet as a stubborn workman? നസീം എസേക്കൽ തൻ്റെ ഏത് വർക്കിലാണ് പോയറ്റിനെ സ്റ്റബേൺ വർക്ക്മാൻ ആയിട്ട് ഇമാജിൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം.
A Time to Change, A Word for the Wind, Night of the Scorpion, Later Day Psalms. Answer is A Time to Change. നിസീം എസേക്കലിൻ്റെ ഒന്ന് രണ്ട് വർക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ, എ ടൈം ടു ചേഞ്ച്. എ ടൈം ടു ചേഞ്ചിൽ നിസീം എസേക്കൽ പോയിറ്റിനെ സ്റ്റബേൺ വർക്ക്മാൻ ആയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. അതുപോലെ ഒരു പോം അതിൻ്റെ പെർഫെക്ഷനിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ ഇദ്ദേഹം പ്രിസൈസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് തോട്ട് എന്നാണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓൺ മീറ്റിംഗ് എ പെഡൻറ്റ് എന്ന വർക്കിൽ എസേക്കൽ ലോകത്തിലെ ആളുകളുടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജസിനെ തള്ളിപ്പറയുന്നുണ്ട്. അത്തരം ലാംഗ്വേജസിനെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കോൾഡ് ആസ് പ്രിൻ്റ് എന്നും ഇൻസിഡിയസ് എന്നുമാണ്. ദി എക്സാക്റ്റ് നെയിം. ഈ ഒരു വർക്കിൽ ബെഗേഴ്സ്, ഹോക്കേഴ്സ്, പേവ്മെൻറ്റ് സ്ലീപ്പേഴ്സ്, ഹട്ട്മെൻ ഡ്വെല്ലേഴ്സ്, സ്ലംസ്, ഡെഡ്, സോൾസ്, ഫ്രൈറ്റൻഡ് വെർജിൻസ്, വേസ്റ്റഡ് ചൈൽഡ്, ടോർച്ചേർഡ് ആനിമൽസ് പോലുള്ള ഇമേജസ് ഇന്ത്യൻനെസ്സിനെയാണ് ഈ ഒരു വർക്കിൽ പോർട്രേ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിൻറ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ was Ezekiel awarded the Sahitya Akademi Award? Options 1983, 1984, 1985, 1886. Answer is 1983. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.